Good evening, everyone. I warmly welcome each and every one of you who have joined us this evening for the second day of our Shinoyo Zoom prayer. On behalf of Southwest Diocese MMBS, Ebiachin, Shini, and myself, I warmly welcome each and every one of you as we continue to honor the blessed Assumption of Saint Mary, Mother of God. May this evening's time of prayer, worship, and reflection strengthen our faith and renew our spirits. First and foremost, we give all glory, honor, and thanks to our Almighty God for His grace and mercy in allowing us to gather once again for the second day of our Shinoyo Zoom prayer. It is only through His abundant love that we are able to come together in faith and unity during this blessed season. We also take this moment to express our heartfelt gratitude to our beloved Metropolitan His Grace Dr. Thomas Marivanius for his continued prayers, blessing, and spiritual leadership. To begin our prayer time, I now invite Reverend Father Bini Achin to lead us in the introductory prayer. കേൾക്കാമല്ലോ. കേൾക്കാച്ച. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധാറൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ നിമിഷങ്ങൾക്കായ ദിവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ നൊയമ്പിൽ ദൈവമേ, ഭയഭക്തിയോട് വിശ്വാസത്തോടെ അടുത്ത് വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ കരുണയോടെ കാണണമേ. നോമ്പിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്തുവാനും അവിടുത്തേക്ക് ഇഷ്ടമുള്ളതായ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദൈവമാതാവിൻ്റെ ജീവിതത്തിൻ്റെ വഴി താരയിൽ ഞങ്ങൾക്ക് കാട്ടിത്തന്ന ജീവിത വിശുദ്ധിയും ശ്രേഷ്ഠമായ വിനയവും സ്നേഹവും ഭയഭക്തിയും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ദൈവമേ, കണ്ണുനീരോടെ വേദനയോടെ അവിടുത്തെ സന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവത്തെ അവിടുന്ന് കരുണയോടെ വീക്ഷിക്കണമേ. ദൈവമേ, പലതരമായിട്ടുള്ള വിഷമങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് അവിടുത്തെ സന്നിധി വലയം പ്രാപിച്ചിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് കരുണയോട് കാണണമേ. ദൈവമേ, പല ഭവനങ്ങളിലായിരുന്ന ദൈവമേ അവിടുത്തെ അനുഭവത്തിൽ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സന്ദേശം ലഭിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെ ഒരു അനുഗ്രഹങ്ങൾ കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ ഓർക്കുവാൻ തക്കൊണ്ട് കടമപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ നയിക്കുന്ന ശ്രേഷ്ഠ ഇടയന്മാരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മലമേൽ ശോഭിക്കപ്പെട്ട വിളക്ക് പോലെ തിരുസന്നിധിയിൽ ശോഭിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ ഇടവകകളെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, വിവിധ ഇടവകൾക്ക് നേതൃത്വം നൽകുന്ന വന്യ ആചാര്യന്മാരെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സ്പിരിച്വൽ ഓർഗനൈസേഷനെയും അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ നിന്റെ ജനത്തെ നന്മയുടെ പാതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പലതരത്തിൽ ക്ഷീണത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസികമായിരിക്കുന്ന സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അങ്ങനെയുള്ളവരെ ഓർക്കുന്നു. ദൈവമേ, രോഗത്തിൻ്റെയും ക്ഷീണത്തിൻ്റെയും അനുഭവത്തിലൂടെ ദൈവം മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിഷമത്തിലൂടെ കടന്നു പോകുന്നവരെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ട് വിഷമിക്കുന്നവരെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ അവിടെ താങ്ങണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തോടെ തിരുസന്നിധി വളരുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ. അവർക്ക് നല്ല മാതൃക കാട്ടി കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടിവരവ് അനുഗ്രഹങ്ങൾ കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. വിവിധ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവമേ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന മക്കളെ അവിടുത്തെ വലത്ത് നീട്ടി അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലായിരിക്കുമ്പോൾ നീ ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളായി തീരുവാൻ സ്വർഗമിടയാക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും കാവലും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക്, ഞങ്ങളുടെ ഭവനങ്ങൾക്ക്, ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾക്ക്
അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. നീ ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവരെയും പേരുപേരായ തിരുസന്നിധിയിൽ തരുന്ന കൃപയിൽ പൊതിയണമേ. ആദ്യോടൊന്ന് കൃപയാതിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. Let us now listen to the word of God. I invite Mrs. Rachel George to read the verse for this evening. Okay. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ 1-ാം പുസ്തകത്തിൽ നിന്നും ബാറിക്കുമോർ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 21 വരെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയിലോ കൂട്ടിത്തുന്നി തങ്ങൾ കരയാടെ ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ബാറിക്കുമോർ. Thank you, Mrs. Rachel. May God's word dwell richly in us tonight and always. Now I invite Mrs. Annie Kuriakos to lead us in the devotional song. കേൾക്കാമോ? കേൾക്കാം. ധന്യേ മാതാവേ, നിന്നോടുള്ളൻ പാപത്തിൻ ഭാരം നാഥൻ നീക്കട്ടെ. ന്യായത്തീർപ്പിങ്കൽ വായിക്കാതമ്മേ പ്രാർത്ഥിക്കണം നീ, നീൻ പുത്രൻ മുമ്പിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ
ഞങ്ങൾക്കാലംബം സീനായ് ശൈലത്തിൻ മൂശ ദർശിച്ച മുൾക്കൂട്ടം കന്നി നിൻ ചിത്രം തന്നെ മാതാവേ കണ്ടാൻ നിൻ ദേഹം പാത്രം കന്യത്തം ഹല്ലേലൂയ ഹല്ലേലൂയ അന്തർഭാഗാഗ്നി ഗർഭസ്ഥൻ ദൈവം കന്യാമേഘം പൂ ലോകേശൻ തന്നെ യൗവനം പൂണ്ടേ എന്നോടോതുന്നു മാലാഖൻ ഗബ്രിയേൽ ചൊന്ന ലോകേശൻ നാഥൻ വാഴും നിന്നുള്ളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ താൻ തന്നെ സത്യം വിശ്വത്തെ വീണ്ടോ വാഴ്വിനാകട്ടെ മാതാവിനോർമ്മ മാധ്യസ്ഥം നമ്മൾ എന്നാളും കോട്ട തന്നിൽ നിന്നല്ലോ സ്ലീഹന്മാർ നാഥൻ ലോകം രക്ഷിപ്പാൻ സംജാതം ചെയ്തു ഹല്ലേലൂയ ഹല്ലേലൂയ താൻ തന്നെ സത്യം വിശ്വത്തെ വീണ്ടോ. താങ്ക് യു. Thank you, Mrs. Annie, for that beautiful song. To share today's devotional message, I now invite Shini to introduce our speaker, Mrs. Reni Mohan. Praise the Lord. I think it's a wonderful opportunity that we as ladies have been given, that this opportunity has been open to us to come forward in prayer and share our faith, our testimonies, our experiences with the Lord, with all our sisters, with all our fellow brothers and sisters here. And why not? Each one of us are called to work for God, to gather his harvest in whatever way he has told us. Each one of us are bound to spread his good news. And hasn't he rightfully told us in the scriptures that we should shout from the rooftops and sing of his glory? And I'm so thankful that many of our sisters have courage and have come forward to speak the word of God. And so today we have Reni Mohan, who is from St. Mary's Vellipalli,
Dallas, and she's a joint secretary of MMVS. Very active member, as I've known, and mother of two wonderful boys, Ashik Shamashin and Anuk. I know Anuk because he was in Atlanta for a couple of years. And I can say that they have been given a very prayerful upbringing. It was wonderful to see them, minister for the God. And now I would like to invite Rani Mohan. She has strictly informed me not to flatter her too much during her introduction. So I now let her speak the word of God instead. Thank you so much for joining, Rani. Thank you. കേൾക്കാവോ? കേൾക്കാം. താങ്ക് യു ഷിനി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുത്തേ. ബഹുമാനപ്പെട്ട ബിന്നി അച്ഛൻ, എബി അച്ഛൻ, ശേഷം സഹോദരങ്ങളെ, പരിശുദ്ധമായ 15 നോയമ്പിൽ ഒരു തവണ കൂടി, ആയുസ്സിൽ ഒരു തവണ കൂടി പരിശുദ്ധമായ നോയമ്പിലേക്ക് കടന്നുചെല്ലാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, അനുവദിച്ചു. നമ്മുടെ മെറിറ്റ് അല്ല, തമ്പുരാന്റെ കരുണയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ ഈ സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വായിച്ചു പോകുമ്പോഴെപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഗബ്രിയേൽ ദൂതൻ തൻ്റെ അരുളപ്പാട് അറിയിക്കുന്നത് ഒരു 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയോടാണ്. എങ്ങനെയാണ് ഈ കൊച്ചു പെൺകുട്ടിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു. പക്ഷെ ആ ഒരു ചാപ്റ്റർ താഴേക്ക് വായിച്ചു വരുമ്പോൾ കന്യക മറിയാം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോടെ പ്രവചിക്കുന്ന എലിസബത്താണ്. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് അരുളപ്പാട് സ്വീകരിച്ച കന്യക മറിയാം എലിസബയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. എലിസബ പറയുന്നു, നിന്റെ സ്വരം കേട്ടപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ തുള്ളി. അത് കഴിഞ്ഞ് എലിസബ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതിനു മുമ്പ് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. കന്യക മറിയാമിനെ കർത്താവിൻ്റെ അമ്മയെന്ന് ആദ്യം വിളിക്കുന്നത് എലിസബത്താണ്. രണ്ടാമത് കന്യക മറിയാം എങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് എലിസബത്താണ്. തന്നോട് അരുളി ചെയ്തത് മുഴുവൻ നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതിന് തൊട്ട് മുമ്പ് നമുക്ക് കാണാം, യെരുശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപമർപ്പിക്കുന്ന പുരോഹിതൻ ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാടിൽ നിന്നും പകച്ചു പോകുന്നതായിട്ട് കാണാം. ചോദ്യം ചോദിക്കുന്നതും മൗനിയായിരിക്കാൻ ഗബ്രിയേൽ ദൂതൻ പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ 13-14 വയസ്സുള്ള കന്യക പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയെന്ന്. പക്ഷെ അതിനുശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ കന്യക മറിയാം ഒരു പാട്ട് പാടുന്നുണ്ട്. അതിൻ്റെ വരികളിലൂടെ നമ്മളൊന്ന് പോയാൽ നമുക്കറിയാം കന്യക മറിയാം തിരുവെഴുത്തുകളെ എങ്ങനെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ദൈവത്തിൽ വിശ്വസിച്ചത്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. പിന്നെ പറയുന്നു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കുന്നു, താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്നു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു. അതായത് തിരുവെഴുത്തുകളിൽ പ്രവാചകന്മാരാൽ അരുളപ്പെട്ടത് മുഴുവൻ മനസ്സിലാക്കിയ കന്യക മറിയാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുകയാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ, നമ്മുടെ ദൈവവിശ്വാസം എങ്ങനെയാണെന്ന്. ദൈവസന്നിധിയിൽ എങ്ങനെ നമ്മൾ സ്വയം താഴ്ത്തുന്നു? ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്താൻ കഴിയുകയുള്ളൂ.
ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടു വേദഭാഗം. ഏദന്റെ പറുദീസയില് ദൈവം തന്നോടൊപ്പം ഇരിപ്പാൻ ആദം ഹൗവ രണ്ടുപേര്. പക്ഷെ ഒരു നിമിഷത്തേക്ക് മാത്രം ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ടാണ് ഹൗവ ആ പാപം ചെയ്യുന്നത്. മനുഷ്യവർഗത്തിന് മേൽ ഹൗവ മൂലമുണ്ടായ പാപം, ആ പാപത്തെ പരിഹരിക്കാൻ ഈ കന്യക ദൈവ മുമ്പാകെ താഴ്ത്തി ദൈവ തിരഹിതത്തെ സ്വയം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് സഭ കന്യക മറിയാമിനെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിരക്കുകളുള്ളത്, പ്രത്യേകിച്ച് അമ്മമാര്, എസ്പെഷ്യലി അമേരിക്കൻ ലൈഫ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് തിരക്കില്ല. എല്ലായിടത്തും ഒന്നും ഒരേപോലെ നമുക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ ഭർത്താവ്, കുടുംബം, കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദൈവവിശ്വാസം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു, ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു, ആ ദൈവവിശ്വാസം നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു, അത് നമ്മുടെ കുടുംബജീവിതത്തിൽ അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇന്ന് ഈ കാലം ഒരുപാട് പ്രതിസന്ധികളുടെ കാലമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ. നമുക്ക് നമ്മുടെ ദൈവവിശ്വാസത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകും. ബഥാനിയയിലെ കുടുംബത്തേക്ക് നോക്കിയാൽ യേശുതമ്പുരാൻ അവിടെ ചെല്ലുന്നു. 2 സഹോദരിമാര്, ഒരാൾ ദൈവസന്നിധി കാൽക്കൽ ഇരിക്കുന്നു, ഒരാള് യേശുവിനെ സ്വീകരിക്കാനായി ആ കുടുംബത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നു. നമ്മളും അതൊക്കെ തന്നെയാണ്. ഒരു കുടുംബത്തിനകത്ത് ഭർത്താവ്, മക്കള്, നമ്മുടെ ജോലി, നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ഇടപെടുന്ന ആൾക്കാര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ്, ഇവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്, കുടുംബത്തിന് പുറത്തുള്ള വ്യക്തിബന്ധങ്ങള്, ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ബഥാനിയയിലെ ഭവനത്തിൽ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരേ സമയം മാർത്തയാകാനും കഴിയണം, മറിയയാകാനും കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ 15 ദിവസം നോയമ്പ്, 15 നോയമ്പ്, 3 നോയമ്പ്, 50 നോയമ്പ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരേ സമയം മാർത്തയും മറിയയുമായി കഴിഞ്ഞാൽ മാത്രമേ കഴിയൂ. നിങ്ങളോട് ഓർമ്മിപ്പിക്കാനും എനിക്കതേ ഉള്ളൂ. എനിക്ക് ഒത്തിരി വലിയ തിയോളജി പറയാൻ അറിയില്ല. പക്ഷേ ചുരുങ്ങിയ സമയത്തിനകത്ത് പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഞാനിത് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയുന്ന ചെറിയ ചില ചിന്തകൾ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു. ഒരു അവസരം തന്നതിന് നന്ദി. ഷിനിയോട്, ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള MMVSൻ്റെ എല്ലാവരോടും, എബി അച്ഛൻ, സണ്ണി അച്ഛൻ, എല്ലാവരോടും നന്ദി. താങ്ക് യു. Thank you, Mrs. Reni Mohan, for those inspiring and faithful reflection. May we, like Saint Mary, live lives of obedience, trust, and surrender to God's will. Ashik Chamachan has done his summer internship in our church at St. Stephen, and it was my privilege to attend his ordination this past April. I have had the blessing of knowing him closely, and I now truly see how he has grown in grace, wisdom, and commitment to his calling. We thank God for raising up faithful servants like him for his vineyard. Let us now lift our hearts in intercessory prayers. Mrs. Purnima Chandi will lead us. ഹലോ, കേൾക്കാമോ? കേൾക്കാമല്ലോ. കേൾക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാനേരം, മനോഹരമായ സന്ധ്യാനേരത്തേക്ക് ഞങ്ങൾക്കൊരു കൊച്ചുകൂട്ടമായി വന്ന് അവിടുത്തെ തിരുമുമ്പിൽ തലവണക്കാൻ തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ലവനെ, എത്ര ആയിരങ്ങൾ ഈ സമയത്തിന് വേണ്ടി ആഗ്രഹിച്ചു കാണും. എത്ര ഭവനങ്ങളിൽ വിചാരിക്കാത്ത സമയത്ത് മരണം വന്ന് തീരാ ദുഃഖത്തിലായിരിക്കുന്നു. അടിയങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരവസ്ഥ വരുത്താതെ
ഇത്ര ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ യോഗ്യത തന്ന ദൈവമേ, നന്ദിയല്ലാതെ ഒന്നുമില്ല കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുന്ന ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കിട്ടുന്ന സമയം വേറെ 1000 ദിവസത്തേക്കാൾ നല്ലതെന്ന് കരുതുവാനുള്ള ബോധം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ ജീവനും ജീവിതവും ആരോഗ്യവും സകലതും പൊന്നപ്പച്ചൻ്റെ സൗജന്യമാണെന്നുള്ള ബോധ്യം തന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവത്തിനു മുമ്പിൽ ചെയ്തു പോയ കുറവുകൾ ഓർക്കല്ലേ കർത്താവെ, ക്ഷമിക്കണേ നാഥാ. ഓരോ നിമിഷവും നീ തന്നെങ്കിലേ ഉള്ളല്ലോ കർത്താവെ. മരണം ഞങ്ങളുടെ ഒപ്പം നെല്ലുപോലെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലയളവിലൊക്കെ കർത്താവെ തിരുത്തേണ്ടവ തിരുത്താനും ചെയ്തുപേക്ഷിച്ചത് വീണ്ടും ചെയ്യാതിരിപ്പാനും ഒക്കെയുള്ള കൃപ അമ്മേ മാതാവേ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. യേശു മാതാവേ, നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾ പലപ്പോഴും ആവശ്യങ്ങൾ മാത്രം നിരത്തുന്നവരാവുന്നു കർത്താവേ. എങ്കിലും മാതാവ് ശ്രദ്ധ വെച്ച് കേട്ട് ഉത്തരമരളിയതോർത്ത് സ്തോത്രം. യേശുവേ, കിട്ടുന്ന സമയം അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെപ്പോലുള്ള അനേകായിരങ്ങൾ ഈ സമയത്ത് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ഏതെല്ലാം അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നു കർത്താവേ. എഴുന്നേറ്റ് കിടക്കയിലൊന്നിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. മാതാവേ, അവരോട് കനിവ് കാണിക്കണമേ. എൻ്റെ മാതാവേ, അമ്മേ, ആ കിടക്കക്കരിയിലൊന്ന് ചെല്ലണമേ, ആശ്വാസം നൽകണമേ കർത്താവേ. എത്രയോ ഭവനങ്ങൾ സമാധാനമില്ല കർത്താവേ. തമ്മിൽ സ്നേഹിപ്പാനോ കരുതാനോ മനസ്സില്ലാതെ എത്ര ഭവനങ്ങൾ അസ്വസ്ഥമായി കഴിയുന്നു കർത്താവേ. ദൈവിക സമാധാനം സ്ഥാപിച്ചു തരണമേ അമ്മേ. മാതാവിൻ്റെ കാവലും കരുതലും എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ തിരുമുമ്പിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു കർത്താവേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ കർത്താവേ വഴിതെറ്റി നടക്കുന്നു തമ്പുരാനെ, രൂപാന്തരം നൽകണേ കർത്താവേ. അമ്മേ, അമ്മയുടെ കാൽക്കൽ നിന്ന് കേണപേക്ഷിക്കുന്നു കർത്താവേ. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു രൂപാന്തരം നൽകിയെന്ന് കേൾക്കാൻ അടിയങ്ങൾക്കും ഭാഗ്യം തരണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ ഭവനങ്ങൾ തീരാ ദുഃഖത്തിലായിരിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾ യഹോവയുടെ ദാനം മാത്രമാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കും തരണേ കർത്താവേ. ഒന്നുകൊണ്ട് ഞങ്ങൾ അഹങ്കരിച്ചു പോകാൻ, നിഗളിച്ചു പോകാൻ സമ്മതിക്കല്ലേ. സാത്താന്റെ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ മാതാവേ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ തരണമേ. മാതാവിൻ്റെ ഒരു ഗുണമെങ്കിലും ഞങ്ങളിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു വഴി നടത്തണമേ. മറ്റുള്ളവർക്ക് മാതൃകയുള്ള അമ്മമാരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഓരോ നിമിഷവും കിട്ടുന്ന അവസരങ്ങളൊക്കെ യേശുവേ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവേ. കുടുംബ യഹോവ സ്ഥാപിച്ച് കർത്താവേ, അങ്ങനെ കുടുംബം കൊണ്ടുപോകാൻ ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ തക്ക തുണയെ നൽകി വിവാഹ ജീവിതത്തിന് ഒരുങ്ങാനുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കണം. എത്ര മാതാപിതാക്കൾ വിഷമിക്കുന്ന കർത്താവേ, എല്ലാം അറിയുന്ന കർത്താവേ, ദൈവഹിതം പോലെ ഞങ്ങളെ നടത്തണമേ എന്ന് യാചിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് യാചിക്കുന്ന കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഓരോ മക്കൾ എത്രമാത്രം വിഷമതയിലൂടെ പോകുന്നു. വാർദ്ധക്യത്തിൻ്റെതായ പ്രയാസങ്ങളിലും യേശുവേ പ്രാർത്ഥനയിലൂടെ സമാധാനപ്പെടാൻ, ബലപ്പെടാൻ ആ മക്കളോട് കരുണ കാണിക്കണമേ കർത്താവേ. യേശുവേ, ലോകത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് സമാധാനത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. നാഥാ, അനാഥര്, വിധവമാര്, ഏകാഗികളായി കഴിയുന്നവരെ എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ അനുഗ്രഹം ചൊരിയണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളിലും ദൈവം വസിക്കുന്ന ഭവനങ്ങളാക്കി തീർക്കണമേ കർത്താവേ. യേശുനാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർക്കാതെ അർഹിക്കാത്ത നന്മകൾ ഞങ്ങൾ അനുഭവിക്കുമ്പോഴെങ്കിലും
ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ മാനിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ കർത്താവേ. കർത്താവേ, ഞങ്ങൾ വാർക്കുന്ന ദേശത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, എല്ലാ കാര്യങ്ങളും സമാധാനമായി നടത്തിക്കൊണ്ടുപോകാനുള്ള കൃപ അവർക്കും കൊടുക്കണമേ. ഞങ്ങളുടെ സഭയോട് കരുണ തോന്നണേ കർത്താവേ. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു തമ്പുരാനെ. അവിടുത്തെ കാരുണ്യവും കനിവും ഞങ്ങളിൽ ചൊരിയണമേ കർത്താവേ. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുനാഥ, മനസ്സലിവോടെ ഞങ്ങളെ കാണുന്നതോർത്ത് സ്തോത്രം. നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്നൊരു ബോധ്യം തരണമേ കർത്താവേ. യേശുവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ ദൂതഗണം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കർത്താവേ. ശാന്തമായി ഉറങ്ങി പ്രഭാതത്തിൽ ഉണരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും അടിയങ്ങൾക്ക് ഇടതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ പ്രാർത്ഥനയിൽ വന്നുപോയ എല്ലാ കുറവുകളും ക്ഷമിക്കണേ കർത്താവേ. ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ പരസ്പരം കാണുവാൻ യോഗ്യത തരണമേ. അവരുടെയും ഞങ്ങളുടെയും കുറവുകൾ ഓർക്കല്ലേ കർത്താവേ. ക്ഷമിക്കുമാറാകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് കരുണയോട് ഉത്തരമരുളി ചെയ്യണമേ. ആമേൻ. Thank you, Mrs. Pannamma, for leading us in the intercessory prayer. Now I invite Mrs. Shandama Matthew and Mrs. Gigi Simon, who faithfully served at our served as our MMVS General Secretary and Treasurer from 2013 all the way till 2018 for 2 terms, to lead us in the litany. Our Lord Jesus Christ, hear our prayers. Receive our petitions. O God, the Heavenly Father, have mercy on us. O Son of God, the Savior of the world, have mercy on us. O Holy Spirit, have mercy on us. O Holy Trinity, have mercy on us. O Holy Mary, Mother of God, pray for us. O mighty and holy Virgin Mother, Pray for us. O Holy Virgin Mother, the good haven of sinners, Pray for us. Holy Mother of God, Pray for us. kind Holy Virgin Mother, Pray for us. O Holy Virgin Mother, the comforter of those who are in distress, Pray for us. Holy Virgin among the virgins, Pray for us. O faithful Holy Virgin Mother, Pray for us. Holy Virgin Mother, of the companion of the Christians, Pray for us. O Holy Mother who gave birth to the Son of the God, Pray for us. Holy Virgin who is the mirror of the righteousness, Pray for us. Holy Virgin Mother, the Queen of the angels, Pray for us. O Holy Mother who is encompassed by the grace of God, Pray for us. O Holy Virgin Mother, the throne of wisdom, Pray for us. O Holy Virgin Mother, the Queen of our forefathers, Pray for us. O Holy Mother, who is purer than all others, Pray for us. O Holy Virgin Mother, the source of our joy, Pray for us. O Holy Virgin Mother, the Queen of the prophets, Pray for us. O Holy Mother, who is our chaste, who is more chaste than all of others, Pray for us. O Holy Virgin Mother, the precious vessel, Pray for us. O Lord, the Lamb who holds the sin of the world, absolve our sins. O Lord, the Lamb who holds the sins of the world, hear our petition. O Lord, the Lamb who holds the sin of the world, have mercy on us. Amen.
Thank you, Mrs. Shantama and Mrs. Gigi Simon. As we prepare to close tonight's gathering, I now invite Reverend Father Benny Matthew Achan to lead us in prayer and benediction. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജ്യമുള്ള നിരസ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളാൽ ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയം നിന്റെ ദൈവത്തിൻ്റെ ചെറുകെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മേ. ബാറയ്ക്കുമോർ പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ സംബന്ധവും സ്വഭാവസുനാമേവരോടുകൂടിയും പ്രാർത്ഥിച്ച് സമർപ്പിച്ച എല്ലാ വിഷയങ്ങളോടും ദൈവം ഇന്ന് ദൈവദൂത് ഞങ്ങളോട് ഷെയർ ചെയ്ത പ്രേമകളോടും ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവരോടും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവം വാങ്ങിപ്പിരുന്നോടനുബന്ധിച്ചുള്ള ഈ നോമ്പിൽ ഭയഭക്തിയോടെ വിശ്വാസത്തോടെ ദൈവം അടുത്ത് ദൈവസന്നിധിയിൽ തലമുണയിക്കുന്ന പ്രിയമക്കളായിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും ഞങ്ങളുടെ ആവശ്യങ്ങളോടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രയാസങ്ങളോടും കണ്ണുനീരുകളോടും ഞങ്ങളുടെ ആയുസിലെ എല്ലാ പ്രയത്നങ്ങളോടും ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരോടും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. Amen. Thank you, Benny Achan, for dedicating your time today in the morning by giving devotional message and again leading us today. Thank you so much. A sincere thank you to everyone who joined us this evening in worship and fellowship. May the intercessions of Saint Mary, Mother of God, be with us always, and may the peace and blessing of our Lord rest upon each one of us. Glory to the Father, Son, and Holy Spirit. Amen. Have a peaceful and blessed night. Good night.